ഞാനും ഇത് തന്നെയാ പറയാനിരുന്നത്. നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ ജന്മത്തിലെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ചിലപ്പോ ആയിരിക്കും. ഇല്ലെങ്കില് ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോ എന്തോ ഒരു സ്നേഹം നിങ്ങളോട് തോന്നി. നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ നാളെ ഗൗരി പൂജയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആദ്യത്തെ ഗൗരി പൂജയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പെണ്ണായിട്ടുള്ളത്. ഉണ്ണിയപ്പം, മുറുക്ക്, പിന്നെ അത് ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഞങ്ങൾ ലേറ്റ് ആവും. നിങ്ങൾ വരുന്നതാണ് കാര്യം. നിങ്ങൾ വന്നാ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നേനെ. അനു, നിങ്ങളുടെ മകൾക്ക് അഡ്രസ് അയച്ചു കൊടുത്തോളൂ. നിങ്ങൾ എന്തായാലും മിസ്സാകാതെ വരണം കേട്ടോ. ശരി, വരാം. ഒരു നിമിഷം പോരാമേ. ആ പുഷ്പ, അവള് ഫോൺ വിളിച്ചിട്ട് വരട്ടെന്ന്. ഇവിടെ ഇരിക്കൂ. അപ്പോ നിങ്ങൾ എത്ര വർഷമായിട്ടാണ് കാറ്ററിംഗ് ചെയ്തോണ്ടിരുന്നത്? 25 വർഷമായി. ഹലോ മാം. റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിൽ വെച്ചിട്ട് അത് പാതി വഴിയിൽ തന്നെ വിട്ടിട്ട് പോകുന്നത് ശീലിച്ച പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്നത് വളരെ കഷ്ടപ്പാടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈപ്പുണ്യം നന്നായിട്ടുണ്ടാവുമല്ലോ. അയ്യോ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കുമെന്നേ. എന്റെ പിള്ളേരും കൂടെ കൂടിക്കളയും, അറിയാലോ. അനു എവിടെ പോയി? ഇതെന്താ അപ്രത്യക്ഷമായതുപോലെയാണല്ലോ ചോദിക്കുന്നത്? ആദ്യം ചോദിച്ചതിന് മറുപടി ഒന്ന് നിർത്ത്, മതിയാക്ക് പിള്ളാരെ. അവള് ഫോൺ വന്നിട്ട് അങ്ങോട്ട് പോയതല്ലേ. ഇപ്പൊ വരും, ഒന്ന് മിണ്ടായിരിക്കേ. അങ്ങനെയാണോ? എന്റെ പിള്ളേര് കുറച്ച് അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. ആ കണ്ണ മോനിങ്ങി വാ. ആ കള്ളച്ചെറുക്കന്റെ ഒരുപാട് മിസ് കോൾ വന്നിട്ടുണ്ടല്ലോ. അല്ല, ഇവനെന്തിനാ എന്നെ ഇത്രയും പ്രാവശ്യം വിളിച്ചത്? മാം, ഞാനൊരു പ്രോബ്ലത്തിൽ അകപ്പെട്ടു പോയി. അത് എന്റെ അമ്മ. ഇപ്പോ നീ പറയുന്ന കഥ കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. വേദാന്ത് മേനോനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയോ അതോ ഇല്ലയോ പറ. ഇവന്റെ പേര് കണ്ണൻ. എന്റെ മകനെ പോലെയാ. മകനെ പോലെയെന്നല്ല, മകൻ തന്നെയാ. സുഖായിരിക്കുന്ന മോനെ? എനിക്ക് സുഖം. നിങ്ങൾക്ക് സുഖമാണോ? ഞാനും സുഖായിരിക്കുന്ന മോനെ. മാം, വലിയ പ്രശ്നമായിന്നാ തോന്നുന്നത്. വേദാന്ത് മേനോൻ അങ്ങനെ ഒരു വലിയ ബിസിനസ് അയക്കണേ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? വേദാന്തോ? ഹലോ മിസ്റ്റർ കള്ളച്ചെറുക്ക, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന്. ഒന്ന് സംസാരിക്കും. ഹലോ. ഈ വിഷയം ഇത്ര വേഗം നിങ്ങളിലേക്ക് എത്തിയോ? അതെ, സത്യമാണ്. എനിക്ക് ഈ മാധ്യമ പ്രവർത്തകരുടെ യാതൊരു വിരോധവും ഇല്ല. കാരണം അത് അവരുടെ തീരുമാനമാണ്. അത് അവരുടെ ജോലിയല്ലേ. ഒരു വിരോധമില്ല. അവരെന്നെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് തന്നെ എഴുതിക്കൊള്ളൂ. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് ചേർത്തോ. ഈ പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നു എന്നത് തീർച്ചയാണ്. ഈ വർദ്ധൻ ഗ്രൂപ്പും അതുപോലെ വേദാന്ത് വെഞ്ചേഴ്സും ചേർന്നുകൊണ്ട് ഈ തീരുമാനം നടപ്പിലാക്കിയിരിക്കുമെന്ന്. സർ, എന്തിനാ ഇത്ര വേഗം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്? ഇത്ര വേഗമെന്നോ? 24 മണിക്കൂറിന് ഇനി എത്ര സമയം ബാക്കിയുണ്ട്? സർ, അപ്പോഴേ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതാന്നാ ഞാൻ കരുതിയെ. ഇപ്പോഴാണെങ്കിൽ താങ്കൾ പ്രസ്സുകാർക്കും അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ കൊടുത്തിരിക്കുന്നു. ആര്യ, അവിടെയൊന്നും ഇവിടെ വേറൊന്നും പറയില്ല. അത് മനസ്സിലായില്ല മീര? സർ, ഐ എം സോറി ടു സേ ദിസ്, ബട്ട് ദെൻ സർ, ഈ പ്രോജക്റ്റിന് വേണ്ടി ഇതുവരെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. സാറ് കുറച്ച് തിടുക്കപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. തിടുക്കമോ? എന്റെ കാഴ്ചപ്പാടിൽ പ്രശസ്തിയുടെ രഹസ്യം എന്താണെന്നറിയാം? എന്തും നടക്കുമെന്ന വിശ്വാസം. ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇത് നിന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചിലർ ചോദിച്ചപ്പോ
ഞാനൊന്ന് വെറുതെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടുന്ന് ശമ്പളം മേടിക്കില്ലായിരുന്നു. നമ്മുടെ വഴി നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം നമ്മൾ അതിലൂടെ നടക്കാൻ തുടങ്ങണം. അത് കഴിയുമ്പോ 100,000 കാലുകൾ പുറകെ വരും. അങ്ങനെയുള്ള വഴികളിൽ ഒന്നാണ് ഈ വഴി. ഓക്കെ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. വേദാന്ത് മേനോനെ കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഈ അനു ആണെങ്കിൽ ഓഫീസിൽ പോലും ഇല്ല. എവിടെ പോയതാണോ എന്തോ. ആര്യ സാർ ആണെങ്കിൽ ഈ പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും നടക്കുമെന്നുള്ള എക്സ്പെക്ടേഷനിലാ ഉള്ളത്. എത്ര എക്സൈറ്റഡ് ആണെന്നോ ആര്യ സാർ. വേദാന്ത് മേനോനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എങ്ങനെ സാറിനെ പറഞ്ഞു മനസ്സിലാക്കും? നമ്മുടെ ഓഫീസിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടില്ലേ? അതിന് നല്ലൊരു മനസ്സുണ്ടായാൽ മതി. നമ്മൾ വിചാരിക്കുന്നതെല്ലാം നടന്നിരിക്കും. അതുപോലെ തന്നെ ഇതും നല്ലപടി നടക്കും. ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. കുറച്ച് റിയലിസ്റ്റിക് ആയി ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കും ആ അനുവിന്റെ കാറ്റടിച്ചെന്നാ തോന്നുന്നത്. ചിലപ്പോഴൊക്കെ ആര്യ സാറിന്റെ തീരുമാനത്തെ പറ്റി സംശയം തോന്നാറുണ്ട്. അതെന്താ മാഡം? ജസ്റ്റ് ഡിഗ്രി മാത്രം കഴിഞ്ഞവളെ രാജനന്ദിനിയുടെ ഹെഡാക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ നോക്ക്, എത്ര ബുദ്ധിയുള്ള ബിസിനസ്മാൻ കൈവയ്ക്കാത്ത പ്രോജക്റ്റിൽ കൂടി കൈവയ്ക്കാൻ പോവാ. അത് മാത്രമല്ല മാഡം, ഈ പ്രോജക്റ്റ് കൊളാബറേറ്റ് ചെയ്യുന്നത് ആരുടെ കൂടെയാണെന്ന് അറിയോ? യങ് ആൻഡ് എനർജറ്റിക് യൂത്ത് ഐക്കൺ മിസ്റ്റർ വേദാന്ത് മേനോൻ. അദ്ദേഹത്തെ കാണുന്നതിനും പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനും അനുവിനെയായി ഏൽപ്പിച്ചേക്കുന്നേ. മീര മാമിനെ കൊണ്ട് കഴിയാത്തത് ഈ അനുവിനെ കൊണ്ട് പറ്റുമോ? രാവിലെ മുതൽ ഓഫീസിൽ വന്നിട്ടേ ഇല്ല. ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വീട്ടിൽ കിടന്ന് പൊതച്ചുകൂടി ഉറങ്ങുമായിരിക്കും. അനുമേടം വന്നിട്ടുണ്ട്. അനു, എത്ര മണിക്കാ നിനക്ക് ഓഫീസിൽ വരേണ്ടത്? വേദാന്ത് മേനോന്റെ നമ്പർ കിട്ടിയോ? അവരോട് സംസാരിച്ചോ? ആര്യ സാർ ഒരുപാട് എക്സൈറ്റഡ് ആണ്. സാർ എത്ര എക്സ്പെക്ടേഷനിലാണെന്ന് അറിയാവോ? നീ ഓൾറെഡി വേദാന്ത് സാറിന്റെ കൂടെ മീറ്റിംഗ് ഫിക്സ് ചെയ്ത പോലെയാണല്ലോ. ഏയ്, ഹലോ, ആർ യു മാഡ്? നീ എന്തിനാ ചിരിക്കുന്നേ? ആര്യ സാർ വന്ന് വേദാന്തിനെ പറ്റി അപ്ഡേറ്റ്സ് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? മൈ ഗോഡ്, ദിസ് ഗേൾ, ഐ ടെൽ യു. ആർക്കും ഒരു ഫോൺ കോളിൽ പോലും കിട്ടാത്ത ബിസി ആയിട്ടുള്ള ആളാ വേദാന്ത് മേനൻ. ഹലോ, വേർ ആർ യു? ഐ ആം ഹിയർ. വെൽക്കം സർ. ആര്യ സാറും വരുന്നുണ്ട്.
ഹലോ മിസ്റ്റർ വേദാന്ത്, വെൽക്കം ടു വർദ്ധൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. നിങ്ങൾക്ക് എന്റെ ഓഫീസിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച് സർ. താങ്കൾ ഇന്ന് ഈ ഓഫീസിലേക്ക് വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് വെരി മച്ച് മ്യൂച്വൽ. പ്ലഷർ ഈസ് മൈൻ. നിങ്ങളുടെ ഷെഡ്യൂളെല്ലാം എത്രത്തോളം പാക്ഡ് ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഇത്ര ഷോർട്ട് നോട്ടീസിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം ആ ഒരു ഒറ്റ വാക്കിന്റെ ഫലത്തിലാ വന്നത്. അത് മാത്രം ഉണ്ടായാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വരും. തീർച്ചയായിട്ടും. സർ, വേദാന്ത് മേനോൻ നമ്മളുമായിട്ടൊരു മീറ്റിംഗിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സാർ ഓഫീസ് തന്നെ കാണില്ലേ? ഞാൻ അദ്ദേഹമായിട്ട് ഡയറക്റ്റ് ഓഫീസിലേക്ക് വരാം. അനു, ഞാൻ ഓഫീസ് തന്നെയുണ്ട്. ശരി സർ, എങ്കിൽ നേരിട്ട് കാണാം. അനു, സർ. ഗുഡ് ജോബ്. എനിക്കറിയാമായിരുന്നു എനിക്ക് നിന്നോടുള്ള വിശ്വാസത്തെ നീ കാത്തു സൂക്ഷിക്കുമെന്ന്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയെങ്കിലും ഒരു പുണ്യം ചെയ്യ് സാറേ. എങ്ങനെയുണ്ട്? താങ്ക്സ് അമൂല്യ. ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ പോലും ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. പിന്നെയല്ലേ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി താങ്ക്സ് പറയുന്നേ? അതിന്റെ ആവശ്യമേ ഇല്ല. നിനക്ക് ഞാനൊരു ചെറിയ ഹെൽപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി മാറിയേനെ. ബോസിനെ പരസ്യമായിട്ട് നാണം കെടുത്തിയേനെ അമൂല്യ. നമ്മളുടെ അടുത്ത് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് ബോസിനടുത്ത് തന്നെ ഹെൽപ്പ് ചോദിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് തല പുകഞ്ഞു നിൽക്കായിരുന്നു ഞാൻ. അതിലൊരു സംശയവും വേണ്ട. അറിയാതെ പോലും ബോസിനോട് നമ്മൾ ഹെൽപ്പ് ചോദിക്കരുത്. അതെന്തായാലും നമ്മൾ തന്നെ ചെയ്യണം. ഇവളാള് കൊള്ളാലോ, ഇത് അവള് തന്നെ ചെയ്തല്ലോ എന്ന് വേണം ബോസിന് തോന്നാനായിട്ട്. വേദാന്ത് മേനോൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മൂല്യ. അദ്ദേഹം വഴക്ക് പറയാൻ വേണ്ടി ഒരു കാര്യം നോക്കി നടക്കുമായിരിക്കും. നീ വെറുതെ പോയി ഇരുന്നങ്ങ് കൊടുത്താൽ മതി. താങ്ക്സ് അമൂല്യ. നീ ചെയ്തത് ഒരുപാട് വലിയൊരു ഹെൽപ്പാ. അതുകൊണ്ട് എന്റെ ജോലി കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ എന്തിനാ താങ്ക്സ് പറയുന്നേ? ഞാൻ നിനക്ക് കിഡ്നി ഒന്നും തന്നില്ലല്ലോ. സത്യം പറയുവാണെങ്കിൽ ഞാൻ വേണം നിനക്ക് താങ്ക്സ് പറയാൻ. നീയോ? എന്താന്ന് വെച്ചാ എന്റെ കള്ളച്ചെറുക്കൻ ആര്യവർദ്ധനെ മീറ്റ് ചെയ്യാൻ പോവാന്നുള്ള എക്സൈറ്റ്മെന്റില്ല ഞാൻ. Come in. എടോ, ഇത്ര വലിയ ബിസിനസ് ആയിക്കണേ അനു ഇത്ര ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്ത് ഇങ്ങോട്ടെങ്ങനെ കൊണ്ടുവന്നു? സാധാരണ ഒരു ചൊല്ലുണ്ട്, കഴിക്കുന്ന മനസ്സുള്ളവർക്ക് നരകവും പിന്നെ പഞ്ചസാര പോലുള്ള മനസ്സുള്ളവർക്ക് സ്വർഗവും. സോ എന്റെ മനസ്സ് നല്ലതല്ലെന്നാണോ നിങ്ങൾ പറയുന്നേ? അല്ലേ? നിങ്ങളുടെ മനസ്സിലെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്.